students, welcome our science class. Today we are going to study the remaining part of the lesson 8. Our lesson is wind storms and cyclones. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ലെസൺ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എയർ എക്സേർട്ട് പ്രഷർ, അതുപോലെ തന്നെ ഹൈ സ്പീഡ് winds are accompanied by reduced എയർ പ്രഷർ അല്ലെ, നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്ത് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് വിൻഡ് സ്പീഡ് ഈസ് ഇൻഡീഡ് അക്കമ്പനീഡ് ബൈ എ റെഡ്യൂസ്ഡ് എയർ പ്രഷർ. The air moves from the regions where the air pressure is high to the region where the pressure is low. അല്ലെ, ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ് എയർ മൂവ്മെന്റ് നടത്തുന്നത്. നമ്മൾ 2-3 എക്സ്പെരിമെന്റുകളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. ഓക്കെ, ടുഡേ ടോപ്പിക് ഇസ് എയർ എക്സ്പാൻസ് ഓൺ ഹീറ്റിംഗ്. ഓക്കെ, എയർ എക്സ്പാൻസ് ഓൺ ഹീറ്റിംഗ്. എയർ ചൂടാകുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുകയും അതിന് കൂടുതൽ സ്പേസ് വരികയും അതുപോലെ തന്നെ കോൾഡ് എയറിൽ നിന്നും അത് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഹോട്ട് എയറിന് ലൈറ്റർ വെയിറ്റ് കുറയുകയും ചെയ്യുകയും അത് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നത് എയർ എക്സ്പാൻസ് ഓൺ ഹീറ്റിംഗ്. നിങ്ങളുടെ പേജിൽ 84 ആക്ടിവിറ്റി 8.6 ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഓക്കെ, can you see this picture? A hot air rising up. ഇത് 2 ബാഗ്, പേപ്പർ ബാഗുകൾ അല്ലെങ്കിൽ ഒരു എം ഡി പേപ്പർ കപ്പ് എടുക്കുക. എന്നിട്ട് ഹാങ് ടു ദ ബാങ്ക്സ് ഇൻ ദി ഇൻവേർട്ട് പൊസിഷൻ ഓൺ ദി 2 ends ഓഫ് മെറ്റൽ ഓർ വുഡൻ സ്റ്റിക്ക്. ഓക്കെ, എന്നിട്ട് ടൈ എ പീസ് ഓഫ് ത്രെഡ് ഇൻ എ മിഡിൽ ഓഫ് ദി സ്റ്റിക്ക്. ഹോൾഡ് ദ സ്റ്റിക്ക് ബൈ ദ ത്രെഡ് ആസ് ഇൻ എ ബാലൻസ്. ഇതുപോലെ നമ്മൾ ചെയ്യുക. എന്തുകൊണ്ടാണ് എടുക്കുക, ബാലൻസ് ചെയ്ത് നമ്മളിവിടെ ചെയ്തു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുവാണ്, ചൂടാക്കുവാണ് അല്ലേ. എന്നിട്ട് ഈ ഒരു പിക്ചറിൽ രണ്ടും ബാലൻസ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. അപ്പം എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ വരുമ്പോൾ ഹീറ്റ് കൊടുക്കുന്നു. ഹീറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് കണ്ടത്, ഈ ഒരു ബാഗ് ഉയരത്തിലേക്ക് പോകുകയും അല്ലേ. അപ്പം ഇവിടെയാണ് നമ്മൾ ഹീറ്റ് കൊടുത്തത്. അപ്പോൾ ഇതെന്താണ്, എയർ എക്സ്പാൻഡ് ചെയ്യുകയും എയർ എക്സ്പാൻഡ് ചെയ്തപ്പോൾ അതിന് മോർ സ്പേസ് വേണം അല്ലേ. സ്പേസ് വരുമ്പം ലൈറ്റ് വെയിറ്റ് ആവണം. അപ്പോൾ വെയിറ്റ് കുറയുകയും ഇത് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഇത് ഈ ഒരു തിയറി തന്നെയാണ് നമ്മൾ തീ കത്തിക്കുമ്പോൾ പുകയില്ലേ നേരെ മുകളിലേക്ക് ഉയർന്നു പോകുന്നത്. എന്തുകൊണ്ടാണ്, അവിടെ ചൂട് കൂടുമ്പോൾ എയറിന് സ്പേസ് കൂടുകയും ഇത് എക്സ്പാൻഡ് ചെയ്യുകയും അവിടെ വെയിറ്റ് കുറയുകയും ചെയ്യുന്നതുകൊണ്ടാണ് പുക മുകളിലേക്ക് ഉയരുന്നത് അല്ലേ. നമ്മൾ തീ കത്തിക്കുമ്പോൾ കാണാറുണ്ടാണ് പുക മാത്രം നേരെ മുകളിലോട്ട് പോകുന്നത് അല്ലേ. എന്തുകൊണ്ടാണ്, വെയിറ്റ് കുറയുന്നത്. അപ്പം ഹീറ്റിംഗ് ദ എയർ എക്സ്പാൻസ് ആൻഡ് ദ ഓക്യുപ്പൈസ് മോർ സ്പേസ്. വെൻ ദ സെയിം തിങ് ഓക്യുപ്പൈസ് മോർ സ്പേസ് ഇറ്റ് ബിക്കംസ് ലൈറ്റർ അല്ലേ. ദ വാം എയർ ഈസ് ദെയർഫോർ ലൈറ്റർ ദാൻ ദ കോൾഡ് എയർ. That is the reason that the smoke goes up. Okay, understand? Okay, next is the wind currents are generated due to uneven heating on the earth. Okay, a situation നോക്കാം. uneven heating എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് ലെവൽ അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഹീറ്റിങ് അല്ലേ. ചൂട് വരുമ്പോൾ ഉള്ള ബിറ്റ്വീൻ ദി ഇക്വേറ്റർ ആൻഡ് ദ പോൾസ് നമുക്ക് നോക്കാം അല്ലേ. പോൾസിലും ഇക്വേറ്ററിലും തമ്മിലുള്ള എന്താണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ദാറ്റ് ഹൗ അൺഈവൻ ഹീറ്റിംഗ് ബിറ്റ്വീൻ ഇക്വേറ്റർ ആൻഡ് ദ പോൾസ് ജനറേറ്റ്സ് വിൻഡ് കറൻറ്റ് അല്ലേ. അപ്പോൾ അവിടെയുള്ള വിൻഡിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും. അപ്പം യു മൈ ഹാവ് ലേൺഡ് ഇൻ ജിയോഗ്രാഫി ദാറ്റ് റീജിയൻസ് ക്ലോസ് ടു ദ ഇക്വേറ്റർ ഗെറ്റ് മാക്സിമം ഹീറ്റ് ഫ്രം ദി സൺ അല്ലേ. ഇക്വേറ്ററിലാണ് സൂര്യനിൽ നിന്ന് നമുക്ക് ചൂട് കൂടുതൽ കിട്ടുന്നത് നമുക്കറിയാം അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Okay, but this make the air warm which rise up and the air from the regions in the 0 to 30 degrees അല്ലേ. അപ്പോൾ അവിടെ ചൂട് കൂടുമ്പോൾ എന്തായിരിക്കും, എയർ മുകളിലേക്ക് ഉയരും. ഇപ്പം നമ്മൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞു അല്ലേ, മുകളിലേക്ക് ഉയരുന്നു. അപ്പം latitude belt on either side of the equator moves in these winds blow from the north and the south
ടുവാർഡ്സ് അല്ലേ, നോർത്തിൽ നിന്നും സൗത്തിലേക്ക്, അതായത് കുറഞ്ഞതിലേക്ക് അല്ലേ. അപ്പം എയർ എക്സ്പാൻഡ് അവിടെ എവിടെ ഈക്വേറ്ററിൽ കൂടുന്നു. അപ്പോൾ അവിടെയോട്ട് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് അല്ലേ വിൻഡിൻ്റെ ഫ്ലോവിങ് വരുന്നത്. അപ്പം അറ്റ് ദ പോൾസ് ദ എയർ കോൾഡർ ദാൻ അറ്റ് ലാറ്റിറ്റ്യൂഡ്സ് അബൌട്ട് 60 ഡിഗ്രി. The warm air at this latitude rise up and the cold wind from the poles rushes. In this way, wind circulation is set up from poles to the warmer latitude. അല്ലേ, അപ്പോൾ എങ്ങനെയാണ് വിൻഡ് സർക്കുലേഷൻ is set up from poles to the warmer latitude. അപ്പം പോൾസിൽ നിന്നും എങ്ങോട്ടാണ് വാമർ, അതായത് ഈക്വേറ്ററിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിരിക്കും മൂവ്മെൻറ്റ് നടക്കുന്നത് അല്ലേ. ഈ ഒരു പിക്ചർ ദ വിൻഡ് ഫ്ലോസ് പാറ്റേൺ ബിക്കോസ് അൺഈവൻ ഹീറ്റിംഗ് ഓൺ ദി എർത്ത് അല്ലേ. സൂര്യനിൽ നിന്നും ചൂട് കൂടുതൽ കിട്ടുന്നത് ഈക്വേറ്ററിലാണ്. അപ്പോൾ അവിടെ എയർ റൈസ് അപ്പ് ചെയ്യുന്നു. അപ്പം നോർത്തിൽ നിന്നും വിൻഡ് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു, ഈക്വേറ്ററിലേക്ക് അല്ലേ. അതാണ് ഇവിടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബി ഈസ് എ അൺഈവൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ അല്ലേ. അൺഈവൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടറിൽ എന്തായിരിക്കും? അപ്പം നിങ്ങൾ ചാപ്റ്റർ 4 എന്ത് പഠിച്ചിട്ടുണ്ട്? സീ ബ്രീസ് ലാൻഡ് ബ്രീസും അല്ലേ. സീ ബ്രീസ് ലാൻഡ് ബ്രീസ് അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇൻ സമ്മർ നിയർ ദ ഇക്വേറ്റർ ദ ലാൻഡ് വാംസ് അപ്പ് faster and most of the time the temperature of land is higher than that of water in the oceans. The air over the land gets heated and rises. This because the winds to flow from the oceans towards the land. These are monsoon wind അല്ലേ. അപ്പം എവിടെ നിന്നും എവിടേക്കാണ്? ഓഷ്യനിൽ നിന്നും ലാൻഡിലേക്ക് വിൻഡ് ഫ്ലോസ് ചെയ്യുന്നല്ലേ. ഇതിനെയാണ് നമ്മൾ മൺസൂൺ വിൻഡ് എന്ന് പറഞ്ഞൊക്കെ. അപ്പോൾ സമ്മറിൽ ഈക്വേറ്ററിൽ എന്തായിരിക്കും? ലാൻഡ് ചൂടാകുന്നല്ലേ, സണ്ണിൻ്റെ ചൂട്. അപ്പം ലാൻഡ് വാം ആകുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഫാസ്റ്റർ ആൻഡ് മോസ്റ്റ് ഓഫ് ദി ടൈം ദ ടെമ്പറേച്ചർ ഓഫ് ദി ലാൻഡ് ഈസ് ഹയർ ദാൻ അറ്റ് ദ വാട്ടർ ഓഫ് ദി ഓഷ്യൻ അല്ലേ. ഓഷ്യൻ്റെ അനുസരിച്ച് ഇവിടുത്തെ ഹയർ ആയിരിക്കും. അപ്പം എന്താണ്? ദ എയർ ഓവർ ദ ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ്. ദിസ് കോസസ് ദ വിൻഡ് ഫ്ലോ ഫ്രം ദി ഓഷ്യൻസ് ടുവാർഡ്സ് ദ ലാൻഡ്. ആ സമയത്ത് എന്തായിരിക്കും? ഓഷ്യനിൽ നിന്നുമുള്ള വിൻഡ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ലാൻഡിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ. ഇതിനെയാണ് നമ്മൾ മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. അപ്പം മൺസൂൺ വിൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മൺസൂൺ എന്ന് പറഞ്ഞാൽ മഴ. എന്താണ് ഈ മൺസൂൺ വിൻഡ്? എന്തിനെ ക്യാരി ചെയ്യുന്നു? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ മേഘങ്ങൾ അല്ലേ. അപ്പം വാട്ടറിനെ ക്യാരി ചെയ്യുന്നത് നമുക്ക് മഴയായിട്ട് കിട്ടുകയും ചെയ്യുന്നു. അതാണ് മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു മൺസൂൺ എന്ന് പറയുന്നത് മൗസ് എന്ന അറബിക് വേർഡിൽ നിന്നും വന്നതാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഓക്കെ, അപ്പോൾ മൺസൂൺ വിൻഡ് ക്യാരീസ് വാട്ടർ ആൻഡ് ഇറ്റ് റെയിൻസ്. ഓക്കെ, ക്യാൻ യു സീ ദീസ് പിക്ചേഴ്സ്? രണ്ട് പിക്ചേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഇത് സമ്മറിൽ ഉള്ള വിൻഡിൻ്റെ മൂവ്മെൻറ്റും ഇത് വിൻ്ററിൽ. അപ്പോൾ അൺഈവൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് എസ്പെഷ്യലി ദ രാജസ്ഥാൻ ഡിസർട്ട് ജനറേറ്റ്സ് മൺസൂൺ വിൻഡ് ഫ്രം ദി സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഇൻ സമ്മർ. അപ്പം ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? സമ്മറിൽ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. ദീസ് വിൻഡ്സ് ക്യാരീസ് ലോഡ്സ് ഓഫ് വാട്ടർ ഫ്രം ദി ഇന്ത്യൻ ഓഷ്യൻ. അപ്പം സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ സമ്മറിൽ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നുമാണ് ആ വിൻഡിൻ്റെ വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് കൂടുതൽ അല്ലേ വിൻഡ്സ് ലോഡ്സ് ഓഫ് വാട്ടറിനെ കൊണ്ടുവരുന്നു. ഇവിടെ അൺഈവൻ ഹീറ്റിംഗ് ദ ലാൻഡ് ആൻഡ് വാട്ടർ ഇൻ വിൻ്റർ ജനറേറ്റ് വിൻഡ്സ് ഫ്രം ദി നോർത്ത് വെസ്റ്റ് കോൾഡർ ലാൻഡ്. നോർത്ത് വെസ്റ്റിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ പോയിരിക്കുന്നത് കേട്ടോ, നോർത്ത് വെസ്റ്റ്. ദീസ് കോൾഡർ വിൻഡ്സ് ക്യാരി ലിറ്റിൽ വാട്ടർ, ഹെൻസ് ബ്രിങ് സ്മോൾ എമൗണ്ട് ഓഫ് റെയിൻ ഇൻ വിൻ്റർ. അതുകൊണ്ടാണ് വിൻ്ററിൽ കുറച്ച് മഴ ലഭിക്കുന്നതും അല്ലേ. അപ്പോൾ വിൻ്ററിൽ കുറച്ച് മഴ ലഭിക്കുന്നു. പിന്നെ ഇവിടെ ക്യാരീസ് സമ്മറിൽ എന്താണ്? രാജസ്ഥാൻ ഡെസേർട്ടിൻ്റെ കാര്യമാണ് ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം വിൻഡ്സ് ഫ്ലോ ചെയ്യുന്നത് എയറിൻ്റെ ആ ഒരു ചൂട് കൂടുമ്പം എയറിൻ്റെ ഇത് സ്പേസ് കൂടുകയും അവിടേക്ക് ലാൻഡ് വിൻഡ് മൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ തണ്ടർ സ്റ്റോംസ് ആൻഡ് സൈക്ലോൺസ് അല്ലേ. തണ്ടർ സ്റ്റോം ആൻഡ് സൈക്ലോൺ. അപ്പോൾ നമ്മൾ ഇടിയും മിന്നൽ മഴ അല്ലേ ചുഴലിക്കാറ്റ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള. അപ്പം തണ്ടർ സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ സൈക്ലോൺ.
അപ്പോൾ thunderstorms develops in a hot and humid tropical areas like India. The event in which there is a swift movement of the falling water droplets along with the rising air creates lightning and sound. നമ്മൾ ഓർത്തിട്ടുണ്ടോ ഈ മിന്നലും ഇടിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നല്ലേ? അപ്പം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് ഈ ഫോളിങ് വാട്ടർ താഴേക്ക് വീഴുന്ന, അതായത് വളരെ ഫാസ്റ്റായിട്ട് താഴേക്ക് വീഴുന്ന ആ ഡ്രോപ്ലെറ്റ്സ് മുകളിലേക്ക് ഉയരുന്ന എയറുമായിട്ട് എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്നല്ലേ? അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏത്? ലൈറ്റനിങ്ങും സൗണ്ട്, അതായത് മിന്നലും ഇടിയും അല്ലേ? ആദ്യം ഒരു മിന്നൽ വന്നു കഴിഞ്ഞിട്ടല്ല പിന്നെ ഒരു സൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് തണ്ടർസ്റ്റോം ഫോം ചെയ്യുന്നത്? തണ്ടർസ്റ്റോം ഡെവലപ്സ് ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ഏരിയയിലാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പം ആ ഇവൻ്റ് which there is swift movement of the falling water droplets along with the rising air creates lightning and sound is known as thunderstorm. Okay, understand? Okay, if a storm accompanied by lightning we must take the following precaution. ഇടിയും മിന്നലും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഏതൊക്കെയാണ്? ഏതാണ്? ഫസ്റ്റ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് ടേക്ക് എ ഷെൽട്ടർ അണ്ടർ ആൻ ഐസൊലേറ്റഡ് ട്രീ. ഇഫ് യു ആർ ഇൻ ദി ഫോറസ്റ്റ് ടേക്ക് എ ഷെൽട്ടർ അണ്ടർ എ സ്മോൾ ട്രീ. ഡു നോട്ട് ലൈ ഓൺ ദി ഗ്രൗണ്ട് അല്ലേ? അതുപോലെ തന്നെ ഗ്രൗണ്ടിലൊക്കെ തന്നെ നിൽക്കരുത്, ഉയരമുള്ള മരത്തിൻ്റെയൊക്കെ അടിയിൽ നിൽക്കരുത് എന്നൊക്കെ പറയും അല്ലേ? അതുപോലെ തന്നെ ഡു നോട്ട് ടേക്ക് ഷെൽട്ടർ അണ്ടർ ആൻ അംബ്രല്ല വിത്ത് എ മെറ്റാലിക് എൻഡ് അല്ലേ? ഡു നോട്ട് ടേക്ക് ഷെൽട്ടർ അണ്ടർ ആൻ അംബ്രല്ല വിത്ത് എ മെറ്റാലിക് എൻഡ് ആയിട്ടുള്ളതിൻ്റെ എടുക്കരുത്, കൂടെയൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡു നോട്ട് സിറ്റ് നിയർ ദ വിൻഡോ അല്ലേ? ചുമ്മാ ജനലൊക്കെ തുറന്നിട്ടിട്ട് അവിടെ ഇരിക്കാതിരിക്കുക. പിന്നെ മെറ്റൽ ഷെഡ്സ് ആർ നോട്ട് സേഫ് പ്ലേസസ് ടു ഷേക്ക് ഷെൽട്ടർ അല്ലേ? മെറ്റലായിട്ടുള്ള ഷെഡുകളൊക്കെ അതൊക്കെ യൂസ് ചെയ്യാതിരിക്കുക, അവിടെയൊക്കെ ഇടിമിന്നൽ കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി എ കാർ ഓർ ബസ് ഈഫ് എ സേഫ് പ്ലേസ് ടു ടേക്ക് ഷെൽട്ടർ. ഇഫ് യു ആർ ഇൻ വാട്ടർ ഗെറ്റ് ഔട്ട് ആൻഡ് ഗോ ഇൻസൈഡ് എ ബിൽഡിംഗ് അല്ലേ? നമ്മൾ വീടിനകത്തേക്ക് കയറി പോകുക അല്ലെ, വെളിയിൽ നിൽക്കാതെ. ഇതൊക്കെ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്, ഇടിയും മിന്നലും ഒക്കെ വരുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ആണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഹൗ എ തണ്ടർസ്റ്റോം ബിക്കംസ് എ സൈക്ലോൺ. ഇനി ഒരു തണ്ടർസ്റ്റോംസ് എങ്ങനെയാണ് ഒരു സൈക്ലോൺ ആയിട്ട് മാറുന്നത്? സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ചുഴലിക്കാറ്റ് അല്ലേ? അപ്പോൾ സൈക്ലോൺ ഈസ് എ സ്മോൾ ലോ പ്രഷർ സിസ്റ്റം with winds blowing anti-clockwise in the northern hemisphere and clockwise in the southern hemisphere അല്ലേ? നമ്മൾ പറയും ന്യൂനമർദ്ദമാണ്, അപ്പം ഭയങ്കര അല്ലേ കാറ്റും മഴയൊക്കെ വരുന്നത് നമ്മൾ സാധാരണ നമുക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സൈക്ലോൺ എന്ന് പറയുന്നത്? ഓക്കെ, എങ്ങനെയാണ് സൈക്ലോൺ ഫോം ചെയ്യുന്നത് അല്ലേ? ഈ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്, ഫോർമേഷൻ ഓഫ് എ സൈക്ലോൺ. ഈ ഒരു അപ്പം റൈസിങ് അല്ലേ, എയർ ചൂടാകുമ്പോൾ എയർ മുകളിലേക്ക് ഉയരുകയും അവിടെ പ്രഷർ കുറയുകയും അപ്പോൾ ഇതിലേക്ക് എന്ത് വരുന്നു? വിൻസ് ഫ്ലോ ചെയ്ത് നമ്മൾ പറഞ്ഞ എയർ അല്ലേ, പ്രഷർ കുറഞ്ഞിടത്തേക്ക് എയർ മൂവ് ചെയ്ത് ഇങ്ങനെയാണ് സൈക്ലോൺ ഫോം ചെയ്യുന്നത്. ഈ ഒരു പിക്ചറാണ് കാണിക്കുന്നതൊക്കെ. അപ്പം ബിഫോർ ദി ഫോർമേഷൻ ഓഫ് ക്ലൗഡ്സ് വാട്ടർ ടേക്സ് അപ്പ് ഹീറ്റ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ ടു ചേഞ്ച് ഇൻ ടു വാട്ടർ വേപ്പർ അല്ലേ? നമ്മൾക്ക് അറിയാം, ഹീറ്റ് കൂടുമ്പോൾ വാട്ടർ എന്തെങ്കിലേക്കാകും? വാട്ടർ വേപ്പറായിട്ട് മാറുന്നത് അല്ലേ? അത് പിന്നെ വീണ്ടും താഴേക്ക് വന്നാണ് നമ്മൾ ഡ്രോപ്ലെറ്റ്സ് ആകുന്നതാണ് മഴ എന്നൊക്കെ പറഞ്ഞു. അപ്പം അറ്റ്മോസ്ഫിയറിൻ്റെ ചൂട് കൊണ്ടാണ് വാട്ടർ ഏതായിട്ട് മാറുന്നത്? വാട്ടർ വേപ്പറായിട്ട് മാറുന്നത്. അപ്പോൾ വെൻ വാട്ടർ വേപ്പർ ചേഞ്ചസ് ബാക്ക് ടു വാട്ടർ ഫ്രം ദി റെയിൻ ഡ്രോപ്സ് ദിസ് ഹീറ്റ് ഈസ് റിലീസ്ഡ് ടു ദ അറ്റ്മോസ്ഫിയർ വാംസ് ദ എയർ എറൗണ്ട്. ദ എയർ ടെൻസ് ടു റൈസ് ആൻഡ് കോസ് എ ഡ്രോപ്പ് ഇൻ പ്രഷർ അല്ലേ? അപ്പോൾ എയർ ചൂട് കൂടുമ്പോൾ എന്ത് കൂടുന്നു? പ്രഷറും കൂടുന്നു അല്ലേ? അപ്പം മോർ എയർ റഷസ് ടു ദ സെൻറ്റർ ഓഫ് ദി സ്റ്റോം. ദി സൈക്കിൾ ഈസ് റിപ്പീറ്റഡ്. ദി ചെയിൻ ഓഫ് ഇവൻറ്റ്സ് എൻഡ്സ് വിത്ത് ഫോർമേഷൻ ഓഫ് എ വെരി ലോ പ്രഷർ. അങ്ങനെ ഒരു വെരി ലോ പ്രഷറിലേക്ക് വരുന്നു. അപ്പം ഈ വെരി ലോ പ്രഷർ സിസ്റ്റം വിത്ത് വെരി ഹൈ സ്പീഡ് വിൻസ് റിവോൾവിങ് അറൗണ്ട് ഇറ്റ്. ഇറ്റ് ഈസ് ദിസ് വെതർ കണ്ടീഷൻ ദാറ്റ് വി കോൾ എ സൈക്ലോൺ. അപ്പോൾ ഇത് ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്നൊക്കെ പറയല്ലേ? അപ്പോൾ ഇത് രൂപപ്പെട്ടാണ് ഇത് സൈക്ലോണായിട്ട് വന്നത്. ഫാക്ടേഴ്സ് ലൈക്ക് വിൻഡ് സ്പീഡ്, വിൻഡ് ഡയറക്ഷൻ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി,
കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ സൈക്ലോൺ. അപ്പം സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫാക്ടറാണ്? വിൻഡിൻ്റെ സ്പീഡ്, വിൻഡിൻ്റെ ഡയറക്ഷൻ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അല്ലേ, ഇതെല്ലാം കൂടെയാണ് നമ്മൾ സൈക്ലോൺ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈക്ലോൺ ഫോം ചെയ്യുന്ന ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഏറ്റവും ശാന്തമായ, അതായത് ഏറ്റവും കുറഞ്ഞ് ന്യൂനമർദ്ദം കുറഞ്ഞ് ഇവിടേക്ക് ഇതിങ്ങനെ വിൻഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ണ് പോലെ, അതായത് ഒരു ചെറിയൊരു വട്ടം പോലെ രൂപപ്പെടും. ഇവിടെ ഒരു കുഴി പോലെ രൂപപ്പെടും. ഓക്കെ, അപ്പം അതിനെയാണ് പറഞ്ഞത് ഐ എന്ന് പറഞ്ഞത്, ഐ ഓഫ് ദി സൈക്ലോൺ എന്ന് പറഞ്ഞത്. ഐ ഓഫ് ദി സൈക്ലോൺ എന്ന് പറഞ്ഞത് അവിടെ വളരെ ഒരു ശാന്തമായൊരു സ്ഥലമായിരിക്കും. അത് വെച്ചാൽ അവിടെ പ്രഷർ കുറവായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ ഐ ഓഫ് ദി സ്റ്റോം? എന്താണ്? ദ സെൻറ്റർ ഓഫ് ദി സൈക്ലോൺ. ഇതാണ് സൈക്ലോണിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ സെൻറ്റർ ഓഫ് ദി സൈക്ലോൺ ഇൻ എ കാം ഏരിയ, ഇത് കാം ഏരിയ എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ കോൾഡ് ദ ഐ ഓഫ് ദി സ്റ്റോം എന്ന് പറയുന്നത് കാം ഏരിയയാണ്. ഓക്കെ ഓക്കെ, ഈ പിക്ചർ കണ്ടോ? 8.12 ദി ഇമേജ് ഓഫ് എ ഐ ഓഫ് എ സൈക്ലോൺ. കണ്ടോ? സൈക്ലോണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് കാമായിട്ടുള്ള പ്ലേസ് ആയിരിക്കും. ഇവിടെ ഒരു ചെറിയൊരു അല്ലേ കുഴി പോലെ രൂപപ്പെടും. അതിനെയാണ് നമ്മൾ ഐ ഓഫ് ദി സ്റ്റോം എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്കറിയാം സൈക്ലോണൊക്കെ വരുമ്പോഴത്തേനും എന്ത് റൈസ് ചെയ്യും? റൈസിങ് വാട്ടർ കോസ്റ്റ് ബൈ സൈക്ലോൺ അല്ലേ, വലിയ തിരമാലകളൊക്കെ അടിച്ചിങ്ങനെ ഉയരുകയല്ലേ. അതാണ് ഈ ഒരു പിക്ചർ കാണിക്കുന്നത്. ഓക്കെ, അപ്പം സൈക്ലോൺ ഒരു ഡിസ്ട്രക്റ്റഡ് ഫാക്ടേഴ്സ് അല്ലേ, ഒരു ഡിസ്ട്രക്ഷൻ നമ്മുടെ ഒരു പ്രകൃതിക്ക് അല്ലെങ്കിൽ ഒരു നാശം വിധിക്കുന്ന ഒരു സാധനമാണ് ഇത് സൈക്ലോൺ. അപ്പോൾ നമ്മൾ പല പേരുകൾ കേട്ടിട്ടുണ്ട്, ടൊർണാഡോ, ടൈഫൂണ്, ഹറിക്കെയിന്, അങ്ങനെ പല പേരുകളിൽ ഓരോ സൈക്ലോൺ രൂപപ്പെടുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പേര് കൊടുക്കും അല്ലേ. അപ്പം നമ്മൾ പല ഇത് കേട്ടിട്ടുണ്ട്. ടൊർണാഡോ എന്നൊക്കെ പറയുന്നത് വലിയ ഒരു നാശം വിധിച്ച ഒരു ചുഴലിക്കാറ്റായിരുന്നു. Okay, cyclone is known as different names in different parts of the world. It is called a hurricane in the American continent. അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ സൈക്ലോൺ വിളിക്കുന്നതാണ് ഹറിക്കെയിൻ എന്ന് പറഞ്ഞല്ലേ. ഇനി അതുപോലെ തന്നെ ജപ്പാൻകാർ വിളിക്കുന്നതാണ് ഇത് ടൈഫോൺ എന്ന് പറഞ്ഞല്ലേ. ഇനി ടൊർണാഡോ എന്ന് പറയുന്നത്, ടൊർണാഡോ കണ്ടോ? ടൊർണാഡോ ഇസ് എ ഡാർക്ക് ഫണൽ ഷേപ്ഡ് ക്ലൗഡ് ദാറ്റ് റീച്ചസ് ഫ്രം ദി സ്കൈ ടു ദ ഗ്രൗണ്ട്. അതാണ് ടൊർണാഡോ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, സ്ട്രക്ചർ ഓഫ് എ സൈക്ലോൺ അല്ലേ. നമ്മളിപ്പോൾ സൈക്ലോണിൻ്റെ പടം കണ്ടു. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ദ സെൻറ്റർ ഓഫ് ദി സൈക്ലോൺ ഈസ് എ കാം ഏരിയ ഈസ് കോൾഡ് ഐ ഓഫ് ദി സ്റ്റോം. എ ലാർജ് സൈക്ലോൺ ഈസ് എ വയലൻ്റ്ലി റൊട്ടേറ്റിംഗ് മാസ് ഓഫ് എയർ ഇൻ ദി അറ്റ്മോസ്ഫിയർ 10 to 15 kilometer high. The diameter of the eye varies from 10 to 30 kilometer അല്ലേ. ഇപ്പം നമ്മളെ ഫിഗറിൽ കണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ ഫ്രീ റീജൻ ഫ്രീ ഓഫ് ക്ലൗഡ്സ് ആൻഡ് ഹാസ് ലൈറ്റ് വിൻഡ്സ് അറൗണ്ട് ദിസ് കാം ആൻഡ് ക്ലിയർ ഐ. ദർ ഈസ് എ ക്ലൗഡ് റീജൻ ഓഫ് എബൌട്ട് 150 kilometer in size. ഇൻ ദിസ് റീജിയൻ ദർ ആർ ഹൈ സ്പീഡ് വിൻഡ്സ്. ഓക്കെ, അതുകൊണ്ടാണ് ഭയങ്കര ചുഴലിക്കാറ്റ് വരുന്നത് അല്ലേ, ഭയങ്കര ശക്തിയിലല്ലേ ഇത് അടിക്കുന്നത്. ആൻഡ് തിക്സ് ക്ലൗഡ്സ് വിത്ത് ഹെവി റെയിൻ എവേ ഫ്രം ദീസ് റീജിയൻസ് ദ വിൻഡ് സ്പീഡ് ഗ്രാജുവലി ഡിക്രീസ്. ദ ഫോർമേഷൻ ഓഫ് സൈക്ലോൺ ഈസ് വെരി കോംപ്ലക്സ് പ്രോസസ്. എ മോഡൽ ഈസ് ഷോൺ ഇൻ 811 നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം സൈക്ലോൺ പറഞ്ഞു, തണ്ടർ സ്റ്റോം പറഞ്ഞു. ഓക്കെ, ടുഡേ class is over. I will take the next part in next class. Okay, thank you.